ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നാട്ടിലെ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ അല്ല. ഞാൻ കുറച്ച് വ്ളോഗ് ചെന്നൈയിൽ വെച്ച് തന്നെ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ പ്രോമിസ് ചെയ്തിരുന്ന റെസിപ്പിയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അതായത് നമ്മുടെ അപ്പം റെസിപ്പിയാണ്. ഞാൻ ഒരു പ്രാവശ്യം അപ്പം ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈസ്റ്റ് ഇട്ടും ഈസ്റ്റ് ഇല്ലാതെയും. പക്ഷേ അത് അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചില്ലായിരുന്നു. ഈസ്റ്റ് ഇല്ലാത്ത അപ്പത്തിൻ്റെ നല്ലൊരു നാച്ചുറൽ ഫെർമെൻറ്റേഷൻ ഏജൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഉണ്ടാക്കണത്. നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ വീട്ടിൽ അതെന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു 4-5 മണിക്കൂർ. പിന്നെ അവൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതൊരു ഹാഫ് ആൻ അവറിന് മുന്നേ ഇട്ടാലും മതി. അപ്പോൾ നമുക്ക് മട്ടരിയുടെ അവലോ സാധാരണ വെള്ള അവലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ തേങ്ങ. അപ്പം ഞാനിവിടെ എടുക്കുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 കപ്പിന് 1/2 കപ്പ് തേങ്ങ, ഒരു 3 ടേബിൾ സ്പൂൺ അവൽ, അത്രയാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മുടെ ഈ നാച്ചുറൽ ഫെർമെൻറ്റേഷൻ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങ വെള്ളമാണ്. അപ്പോൾ തേങ്ങ വെള്ളം പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, ഫെർമെൻറ്റേഷൻ ചെയ്യിപ്പിച്ചതാണിത്. അപ്പോൾ ഈ ഫെർമെൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് പുളിച്ച് കിട്ടും കേട്ടോ അപ്പം. അപ്പോൾ അത് പുളിപ്പിക്കാൻ വെക്കുന്നതായിട്ട് നമ്മുടെ ഒരു ഗ്ലാസ് ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു 4-5 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഞാനൊരു 2 ദിവസം വെച്ചിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. ഒരു 4-5 ദിവസം വരെ മാക്സിമം ഞാൻ വെക്കാറുള്ളൂ. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് അത്ര സുഖമാവില്ല, ഒരുപാട് പുളിച്ചു പോകും. പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അത്രയും വെച്ചാലും മതി. അപ്പോൾ ഒരു ദിവസം വെച്ചാലും മതി. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും വെക്കാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ തേങ്ങ വെള്ളം എടുത്ത് ഡയറക്റ്റ് ഉപയോഗിക്കാൻ ചെയ്യാം കേട്ടോ. പക്ഷേ ഇത്രയും ഫെർമെൻറ്റഡ് ആവില്ല എന്നേ ഉള്ളൂ. ഒന്ന് പുളിപ്പിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു എഫക്റ്റ് കിട്ടും. ഇത് ഈസ്റ്റിൻ്റെ അപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും പിന്നെ ഈസ്റ്റ് കഴിക്കാൻ പറ്റാത്ത ആളുകൾക്കും നമ്മുടെ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്ത ആളുകൾക്കും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അരയ്ക്കുമ്പോൾ നമ്മുടെ ഈ തേങ്ങ വെള്ളം പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ വെള്ളം കൂടി അതിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്താൽ മാത്രം മതി. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് അരിക്കാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 3/4 കപ്പോളം തേങ്ങയും പിന്നെ കുറച്ച് ഒരു 1/2 കപ്പോളം അവലും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം നന്നായിട്ട് പുളിച്ച് വരും ഇത് ഇങ്ങനെ നമ്മൾ 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് പുളിപ്പിച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ മിനിമം ഒരു അത്യാവശ്യം ഇങ്ങനെ വായ്വട്ടമൊക്കെ ഉള്ള ഒരു പാത്രത്തിൽ തന്നെ വെക്കണം കേട്ടോ. നമ്മുടെ ഈ ഈസ്റ്റ് ഇട്ട് പുളിപ്പിക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരില്ല, അതുപോലെ തന്നെ ഇത് പൊങ്ങി വരും. അപ്പോൾ വലിയ പാത്രത്തിൽ തന്നെ വെക്കുക. പിന്നെ നമ്മുടെ ആ വെതർ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ഈ അപ്പം പൊങ്ങി വരുന്നത്. അത്യാവശ്യം ചൂടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങും. നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് നമ്മുടെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ അപ്പം പൊളിപ്പിക്കാൻ വയ്ക്കുമ്പോൾ ചില നല്ല മഴയൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് ഇതുപോലെ ചെറുതായിട്ടേ പൊങ്ങുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങിക്കിട്ടും കേട്ടോ. നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ 1 ടീസ്പൂണേ ഇട്ടുള്ളൂ. കാരണം ഇതൊക്കെ പുളിക്കാൻ വെക്കുമ്പോൾ പഞ്ചസാരയും കൂടെ ഇട്ട് ചേർത്ത് അരച്ച് വയ്ക്കുമ്പോഴാണ് ശരിക്കും പുളിച്ച് കിട്ടുക. അപ്പോൾ എൻ്റെ കയ്യിൽ വെള്ള പഞ്ചസാര ഉണ്ടായിരുന്നില്ല, വൈറ്റ് ഷുഗർ. അപ്പം ഞാൻ ഒരു ടീസ്പൂണേ ഞാൻ ചേർത്തുള്ളൂ. പിന്നെ ഇതിനൊരു ഫ്ലേവറിങ് ഏജൻറ്റായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഏലക്കായാണ്. 3 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏലക്കായ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജീരകം വേണമെങ്കിൽ ഇടാം, നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാനിതിൽ ഏലക്കായാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ദോശമാവിനേക്കാളും കുറച്ച് ലൂസായിട്ടാണല്ലോ നമ്മൾ അപ്പം വയ്ക്കുക. അപ്പോൾ ഞാൻ ജാറ് കൂടെ കഴുകിയ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ എത്ര പേരുണ്ടോ അതനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ 1 കപ്പോ 1.5 കപ്പോ ഒക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ 1.5 കപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 2 ദിവസത്തേക്ക് ലാവിഷായിട്ടുണ്ടാവും. ഇച്ചിരി മാവ് ബാലൻസ് വരുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് കൂടുതൽ അവലൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. ഇതിൽ കപ്പി കാച്ചുന്ന പരിപാടികളൊന്നുമില്ല കേട്ടോ. നല്ല അപ്പം ഉണ്ടാക്കാൻ പറ്റും. കപ്പി കാച്ചോ അങ്ങനെ ഒന്നും വേണ്ട. അപ്പോൾ ഈ കപ്പി കാച്ചിലൊക്കെയാണ് എല്ലാവർക്കും അപ്പം ഉണ്ടാക്കാനായിട്ട് മടി. പിന്നെ അത് ആറാൻ വെയിറ്റ് ചെയ്യണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അതിന് പകരമായിട്ടാണ് നമ്മൾ അവൽ ചേർക്കുന്നത്. അവൽ നിങ്ങൾ മിസ് ചെയ്യരുത്. ചോറ് അതിന് പകരം ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഭംഗിയായിട്ട് വരില്ല. അപ്പോൾ അവൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ
ഇത് തേങ്ങാവെള്ളം ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസ്റ്റ് വേണമെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാം. നമുക്ക് എന്തായാലും പഞ്ചസാര നാളെ ചേർക്കാം എന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്ക് രാവിലെ നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് എന്നുള്ളത്. അപ്പോൾ അത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഞാൻ എന്നാലും കിച്ചൺ എന്നുള്ളതിന് ചിക്കനായിപ്പോയി. കിച്ചണിൽ വന്നിട്ട് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് നമ്മുടെ തൈരാണ്. തൈരും ഇന്നലെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് യൂസ് ചെയ്യാറ്, പുറത്തൊന്നും വാങ്ങിക്കാറില്ല. അങ്ങനെ അത്ര അത്യാവശ്യമൊക്കെ വന്നാൽ മാത്രമേ ഞാൻ വാങ്ങിക്കുള്ളൂ. ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം, വീട്ടിലെയാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഞാൻ താഴെ പാത്രമൊക്കെ വെച്ചിരുന്നത് ചില സമയത്ത് ഇങ്ങനെ പൊങ്ങി പോവാറുണ്ട്. നമ്മുടെ ഈസ്റ്റ് ഇട്ട പൊക്കില്ലേ നമ്മൾ, അതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി ചാടി പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഇന്നലെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് അങ്ങനെ പൊങ്ങി പോയിട്ടൊന്നുമില്ല, ഓവറായിട്ട് പൊങ്ങിയിട്ടില്ല. അത് അത്യാവശ്യം നല്ല അപ്പം ഉണ്ടാക്കാൻ പാകത്തിന് തന്നെ നല്ല സൂപ്പറായിട്ട് തന്നെ പൊങ്ങിയിരിപ്പുണ്ട്. ഇങ്ങനെ ഇളക്കുമ്പോൾ അറിയാമല്ലോ, നല്ല ഫ്ലഫി ആയിട്ടിരിപ്പുണ്ട്. ഇതിന് ഈസ്റ്റിൻ്റെ അപ്പത്തിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒരപ്പം നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് അറിയാവുന്നത്. 2 അപ്പം കഴിക്കുന്ന ആൾക്കാർ 3 അപ്പം എന്തായാലും കഴിക്കും, അത്രയും ആ ഒരു ടേസ്റ്റ് ഉണ്ട്. ഈസ്റ്റിൻ്റെ ഒരു പുളിപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഫുള്ള് നമുക്ക് ആ അപ്പത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ അപ്പം കഴിക്കുമ്പോഴാണ് ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണല്ലോ അപ്പത്തിന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക. ഈസ്റ്റ് ഇട്ട് സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നില്ല. അപ്പോൾ ഞാനിത് ഉപ്പിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ ഒന്ന് കലക്കി വെച്ചു, കുറച്ച് ഉപ്പ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇച്ചിരി ഒരു കട്ടിപ്പ് പോലെ തോന്നി പൊങ്ങിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ കൂടെ വെള്ളം ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇതിപ്പോൾ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ കലക്കുന്നതായിട്ട് തോന്നുന്നത്. ഞാൻ വളരെ സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫിനെസ് ഒന്നും പോകാതെ പതിയാണ് കേട്ടോ സ്പൂണിട്ട് കലക്കി വെക്കണേ. സ്പീഡിലിട്ട് കലക്കി അതിൻ്റെ ആ ഒരു ഇത് കളയരുത്. അപ്പോൾ നമുക്കിതിന് കറിയായിട്ട് ഉണ്ടാക്കുന്ന ഗ്രീൻ പീസാണ്. അപ്പോൾ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് കുക്കറിലേക്ക് വെക്കണം. അപ്പോൾ ഇപ്പം ഞാൻ സെപ്റ്റോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, പഞ്ചസാര. അപ്പോൾ പഞ്ചസാരയുടെ കൂടെ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തു, എന്നാലേ നമുക്ക് ഫ്രീ ഡെലിവറി കിട്ടുള്ളൂ. സെപ്റ്റോയാണ് എനിക്കിഷ്ടം കേട്ടോ. ബ്ലിങ്കിറ്റും പിന്നെ ആമസോണും എല്ലാം, ആമസോൺ ഫ്രഷും എല്ലാം നമുക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി വേണം. ക്വാണ്ടിറ്റി അല്ല, പ്രൈസ് കുറച്ചുകൂടെ വേണം. ഇപ്പം മിനിമം പ്രൈസ് 225 250 ഒക്കെ വേണം. സെപ്റ്റോന്നാണെങ്കിൽ 150, ചില സമയത്ത് 100 വരെ മതി. അപ്പം ഞാൻ എപ്പോഴും സെപ്റ്റോയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. എല്ലാം ഏതാണെങ്കിലും നമുക്കൊരു 5-6 മിനിറ്റ്സിനുള്ളിൽ വരും. ഇവിടെ അടുത്ത് തന്നെയാണ് എല്ലാത്തിൻ്റെയും ഈ ഗോഡൗൺ തോന്നുന്നു, അപ്പം പെട്ടെന്ന് തന്നെ വരാറുണ്ട്. ഞാനെപ്പോഴും സെപ്റ്റോയാണ് പ്രിഫർ ചെയ്യാറ്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ സെപ്റ്റോയും ബ്ലിങ്കിറ്റൊക്കെ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. നിപ്പിന് നമ്മുടെ വീട്ടിൽ സാധനം വരും. അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, വേഗം സാധനവും വന്നു. അപ്പോൾ നമ്മുടെ അപ്പം ഓവറായിട്ടൊന്നും പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല അപ്പം തന്നെയാണ് കേട്ടോ. ഇനി നന്നായിട്ട് പൊങ്ങിയാണെങ്കിൽ നമുക്ക് ആ ഒരു പുളിപ്പ് ടേസ്റ്റൊന്നും വരില്ല. ഇതിപ്പം എൻ്റെ ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കണേ. ഇത് നല്ല നോൺ സ്റ്റിക്ക് പോലെ വരുന്നുണ്ടെങ്കിലും ഇത് സാധാരണ ഇരുമ്പാണ് കേട്ടോ, കാസ്റ്റ് അയണോ അങ്ങനെയൊന്നുമല്ല. ഈ ചട്ടിയിൽ ഞാൻ അപ്പം മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചട്ടിയാണിത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം പിടിക്കാതെയൊക്കെ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അതിലിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അപ്പം ശരിക്കും അങ്ങോട്ട് പോരില്ല. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങ് പോരും. നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി മതിയാവില്ല കേട്ടോ. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. കാരണം ഇത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോരും. ഓരോന്ന് ഇങ്ങനെ നല്ല ഭംഗിയിൽ ഷേപ്പിൽ ചുറ്റിച്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഉണ്ടാക്കാനായിട്ട്. ഈ ചട്ടിയിൽ ഇങ്ങനെ വെള്ളയപ്പമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഒരു ഉണ്ടാക്കാനായിട്ട്. അതല്ല ദോശക്കറിയിൽ ഒഴിച്ചുണ്ടാക്കുന്നതാണ് ഒരു ഷൈച്ചേന് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. ഫസ്റ്റ് ഡേ ഇങ്ങനെ ഉണ്ടാക്കും, നെക്സ്റ്റ് ഡേ ദോശക്കല്ലിൽ ഒഴിച്ചുണ്ടാക്കും. അതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഈസ്റ്റൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പം ഉണ്ടാക്കാതിരിക്കണ്ട. ഇനി ഈസ്റ്റ് അത്ര ഹെൽത്തി അല്ല എന്ന് വിചാരിച്ചിട്ടും പലരും അപ്പം ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ട്, ഉഴുന്നൊക്കെയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതിലൊക്കെ നല്ലൊരു വഴിയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും നമുക്ക് ആ ഒരു അപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും. ഉഴുന്നിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇത്രയും ടേസ്റ്റ് വരുമെന്ന് എനിക്കറിയില്ല, ഞാനിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ഈസി ഗ്രീൻ പീസ് കറിയാണിത്, ഒരൊറ്റ വിസിലിൽ കറിയാവും. അപ്പോൾ അങ്ങനത്തെ കറിയാണ്, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ.
സ്ഥിരമായിട്ട് ഈസ്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.